ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളുടെ പറമ്പിൽ വാഴ വെച്ചതിൻ്റെ ഡീറ്റെയിൽസാണ്. നേരത്തെ പുല്ല് വെട്ടിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ പുല്ലെല്ലാം വെട്ടിയതിന് ശേഷം വാഴ വെച്ചിട്ടുണ്ട്. അപ്പോൾ വാഴ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പുല്ല് വെട്ടിയ ഏരിയയിൽ നമ്മൾ വെച്ചിട്ടുള്ള വാഴകൾ. നല്ല ലൈനായിട്ട് വാഴ വെച്ച് നല്ല വാഴത്തോപ്പാക്കിയിട്ടുണ്ട്. വെച്ചതേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് കൂടുതലങ്ങ് നന്നായി വന്നിട്ടില്ല. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും പുതിയ ഇലകളൊക്കെ വെച്ചിട്ട് നന്നായി വരും. എന്തായാലും ഒരു പകുതി ഏരിയയോളം വാഴ വെച്ച് കഴിഞ്ഞു. ഇനി ബാലൻസ് സ്ഥലത്തും കൂടി പുല്ലെല്ലാം വെട്ടിയിട്ട് വാഴ വെക്കും. ഇതാണ് ഞങ്ങളുടെ പുതിയ വാഴത്തോപ്പ്. ഒരു വാഴ മാത്രം വച്ചതിന് ഉടൻ തന്നെ കുലച്ചു. വച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ കുല വന്നു. കാരണം ഒരു വലിയ വാഴയായിരുന്നു അത് വച്ചിരുന്നത്. അപ്പോഴേക്കാണ് അതിൻ്റെ കുല വന്നത്. അപ്പോൾ ഇനിയും കുറച്ചും കൂടി ക്ലീൻ ചെയ്യാനുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വീണ്ടും അവിടെയും കൂടിയും വാഴ വെച്ചിട്ട് ഫുള്ളൊരു വാഴത്തോപ്പാക്കും. ഇത് ഞങ്ങളുടെ ചക്കിയാണ്. ഞാൻ വാഴത്തോപ്പ് കാണാൻ വന്നപ്പോൾ അവളും എൻ്റെ കൂടെ വന്നതാണ്. ഇത്രയുമാണ് ഞങ്ങളുടെ വാഴത്തോപ്പിൻ്റെ വിശേഷം. ഓക്കേ.